എന്റെ പെങ്ങളെ അത് അനുഭവിച്ച പെണ്ണിനല്ലാതെ ആ വേദനയെ കുറിച്ച് വേറെ ആർക്കും അറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റൂഹ് പിടിച്ച് അരയുടെ ഭാഗത്ത് വന്നപ്പോ തന്റെ വളർത്തുമകൻ ഉസാമ റളിയല്ലാഹു തആല അൻഹയോട് ആയിഷ ബീവി പറയുന്നുണ്ട്, പല്ല് തേക്കാൻ സ്വന്തം കൈ പൊങ്ങാത്ത നബി, വേദന സഹിക്കാൻ കഴിയാതെ കൈ പൊക്കാൻ കഴിഞ്ഞില്ല അല്ലാഹുവിന്റെ റസൂലിന്. ആ പ്രവാചകന് 2 കൈയും ഉയർത്തുകയാണ്. 2 കൈയും ഇങ്ങനെ ഉയർത്തിയിട്ട് ചേർത്ത് പിടിച്ചിട്ട് തന്റെ വളർത്തുമകൻ ഉസാമയോട് പറയുന്നു, ഉസാമ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യ് പൊന്നുമോനെ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യ് പൊന്നുമോനെ, മരണവേദന എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല ഉസാമ, അല്ലാഹു എന്നോട് കരുണ കാണിക്കാൻ, അല്ലാഹു എന്നോടൊന്ന് കരുണ കാണിക്കാൻ ഒന്ന് ദുആ ചെയ്യ് ഉസാമ. അല്ലാഹുവിന്റെ റസൂല് പോലും പറഞ്ഞു പോയെങ്കില്, അല്ലാഹുവിന്റെ റസൂല് പോലും മരണവേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞു പോയെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും മരിക്കേണ്ടവരാണല്ലോ. ആ ചിന്ത നിനക്കുണ്ടോ? ആ ചിന്ത നിനക്കുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹ് പിടിക്കാമെന്ന് അസ്റായിലിനെ കണ്ടിട്ട് ഫാത്തിമ ബീവി പോലും കരഞ്ഞു പോയെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പോലും പേടിച്ചു പോയെങ്കിൽ, അല്ലാഹുവേ, നമ്മുടെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ നബിദിനം ഇങ്ങനെ ആഘോഷിച്ച് തീർത്താ പോരല്ലോ, ഓരോ നബിദിനവും ആഘോഷിച്ച് തീർത്താ പോരല്ലോ. അല്ലാഹുവിന്റെ റസൂല് പോലും മരണവേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞെങ്കിൽ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, പ്രസവ വേദന അറിഞ്ഞ നിനക്കെങ്ങനെയാ പെണ്ണ് ടിവിയുടെ പെണ്ണിൽ നിന്ന് നിസ്കാരം കളയാക്കാൻ പറ്റുന്നത്? നീ അനുഭവിച്ചവളല്ലേ? അല്ലാഹുവേ, നീ വേദന അനുഭവിച്ചവളാണ്, എന്നിട്ടും എങ്ങനെ കഴിയുന്ന പെണ്ണ് ടിവിയുടെ പെണ്ണിലിരിക്കാൻ? ഞങ്ങളാരും പ്രസവ വേദന അറിഞ്ഞിട്ടില്ല, അത്ര വലിയ വേദന ഒരാളും സഹിച്ചിട്ടില്ല, ഞങ്ങൾക്കറിയില്ലെന്ന് പറയാൻ പെണ്ണെ, അറിഞ്ഞ നിനക്കെങ്ങനെ കഴിയുന്നടി? 3 4 പെറ്റ ഉമ്മ, നീ ടിവിയുടെ പെണ്ണിലിരുന്ന് നിന്റെ ജീവിതം തുലയ്ക്കുകയല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 60 വയസ്സായിട്ട് ഒരു മനുഷ്യൻ നന്നായില്ലെങ്കിൽ പിന്നെ അവനെ നന്നാക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വയസ്സ് കുറേയായി, പ്രായം കുറേയായി, ചില ഉപ്പമാരെ കണ്ടിട്ടില്ലേ, മുടിയെല്ലാം നരച്ച് രോഗിയായി മരണവും കാത്തിരുന്നു, എന്നാലും ഒരു സുബ്ഹാനല്ലാഹ്